അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായി. ലാ പെറോസ്. ബോണ്ടായി ബീച്ചൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ അടിച്ച് ഒരു മാളിലൊക്കെ പോയി, ബോണ്ടായി ജംഗ്ഷൻ ഷോപ്പിംഗ് സെൻറ്ററിലൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അത് നേരെ ലാ പെറോസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇന്ന് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യിക്കുന്നത്. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ലാ പെറോസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു ലുക്കൗട്ട് പോയിന്റ് ഉണ്ട്, കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വൈകുന്നേരത്തിൻ്റെ വീഡിയോയിൽ ലാ പെറോസിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് കയറി, ഒരു ചെറിയൊരു കുന്നാണ്, ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു വാച്ച് ടവറാണ് ഇവിടെ കാണുന്നത്. അതേ കണ്ട് വാച്ച് ടവറൊക്കെ കണ്ട് നമ്മൾ നേരെ കുറച്ചുകൂടി മുന്നോട്ട് നടക്കാം. ദൂരെ ഒരു വലിയൊരു പിയർ കാണാനുണ്ട്, ഭയങ്കര വലുതാണ്, എന്തൊരു നീളം അത് കാണാൻ. ഇവിടെ ആ ദൂരത്ത് കണ്ടില്ലേ ഒരു കണ്ടെയ്നർ ടെർമിനലാണ്. കുറേ വലിയ വലിയ ഷിപ്പുകളും കണ്ടെയ്നറുകളും ഒക്കെ കാണാനുണ്ട് അവിടെ. ലാ പെറോസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ഫ്രഞ്ച് പേരാണ്. ഇത് കുറേ കാലം മുമ്പുള്ള ഒരു കഥയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു കഥയാണ്. അതായത് പണ്ട് ഫ്രാൻസ് നിന്ന് ഇതുപോലത്തെ ഓസ്ട്രേലിയ പോലത്തെ സ്ഥലങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് നാവികർ ഇതുപോലെ കപ്പലിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തി. അങ്ങനെ എത്തിയ നാവികനായിരുന്നു ലാ പെറോസ്. അദ്ദേഹം ഇവിടെ ഓസ്ട്രേലിയയുടെ ഈ ഒരു ഭാഗത്ത് എത്തി ഇവിടെ കുറച്ചു കാലം താമസിക്കുകയൊക്കെ ചെയ്തു. അന്ന് തന്നെ ബ്രിട്ടീഷുകാർ ഓൾറെഡി ഇവിടെ നമ്മുടെ ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോടൊപ്പം കൂടി ഇവിടെ കുറച്ചു കാലം താമസിക്കുകയൊക്കെ ചെയ്ത് എന്തൊക്കെയാണ് താൻ ചെയ്യാൻ പോണത്, എങ്ങനെയാണ് താൻ തിരിച്ചു വരണത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസൊക്കെ കത്ത് എഴുതുകയൊക്കെ ചെയ്തു തിരിച്ച് ഫ്രാൻസിലേക്ക്. പക്ഷേ തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിച്ചാലും അദ്ദേഹത്തിൻ്റെ കപ്പൽ ഫ്രാൻസിൽ എത്തിച്ചേർന്നതേ ഇല്ല. അതൊരു മിസ്റ്ററിയാണ്. ഷിപ്പ്രെക്ക് ആണെന്ന് നമ്മൾ ഊഹിക്കണു, അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് ഈ ഒരു സ്ഥലത്തിന് ലാ പെറോസ് എന്നുള്ള പേരുള്ളത്. ഈ കാണുന്നത് ബെയർ ഐലൻഡ് ഫോർട്ടാണ്. അത് പണ്ട് ഇവിടെ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളുടെയൊക്കെ ഒരു മ്യൂസിയവും ഒക്കെ ആക്കിയിട്ട് ഇപ്പം അത് മാറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം എന്തായാലും പോകാൻ പറ്റില്ല, അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുക. കാരണം ഇപ്പം തന്നെ 6 മണി കഴിഞ്ഞു. പക്ഷെ നമുക്ക് ആ ഒരു ബ്രിഡ്ജിൽ കൂടെ അവിടെ വരെ പോയിട്ട് ആ ഗേറ്റിൻ്റെ അടുത്തൊക്കെ പോയി നിന്നിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ 1:30, 2:30, 3:30 അത്രയേ ഉള്ളൂ. ടൂർസ് ഓപ്പറേറ്റ് ഓൺ ബെയർ ഐലൻഡ് എവ്രി സൺഡേ. അപ്പോൾ നമ്മളുടെ സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. 45 മിനിറ്റിൻ്റെ ഒരു ടൂറാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, ഈ ഒരു ഐലൻഡിൻ്റെ. പക്ഷേ നമുക്ക് ഇപ്പം തന്നെ സമയം 6:30 നമ്മൾ വൈകുന്നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസിനേക്കാൾ ഇതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ രാവിലെ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലേസ് രാവിലെ ചൂസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനും ഇവിടുത്തെ ഒരു ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ കുറച്ചുകൂടി നന്നായിട്ട് പറ്റും. നമുക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്യുന്നത് കാണാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് എയർപോർട്ടാണ്. അപ്പോൾ ഒരുപാട് ഫ്ലൈറ്റ്സ് അങ്ങനെ വന്ന് അതൊക്കെ അവിടെ ലാൻഡ് ചെയ്യണം, നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ. ലാ പെറോസിൽ അങ്ങനെ സൺസെറ്റ് ആവാറായി. അടിപൊളി, നല്ലൊരു ക്ലൈമറ്റ്. ഇപ്പോൾ സൂപ്പറാണ്, ഒട്ടും ചൂടുമില്ല വെയിലില്ല, നന്നായിട്ടിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാം. നല്ല രസമുണ്ട്. നല്ല തിരക്കുമാണ് ഇവിടെ, അല്ലേ? ഫുൾ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് കാറുകളൊക്കെ ഇട്ടിട്ട് ഫുൾ ബിസിയാണ്. ഞങ്ങൾക്ക് തന്നെ കാർ പാർക്കിംഗ് താഴെ കിട്ടിയത് കുറേ അധികം. പക്ഷെ എന്നാലും അവിടുന്ന് നടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അടിപൊളി. ഈ ഒരു സ്ഥലം വന്നത് എന്തായാലും വെർത്തായി. ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇത് ഒരു ബീച്ചിനേക്കാൾ കൂടുതൽ ഒരു പിക്നിക് സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നണത്. എല്ലാവരും ഫാമിലി ആയിട്ട് വരണു, ഒന്നിച്ചിരിക്കണു, ഈ പുൽത്തകിടിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറയണു, വൈകുന്നേരം സ്പെൻഡ് ചെയ്യണു. മാത്രമല്ല ഇതുപോലത്തെ കുറേ ഫുഡ് ട്രക്സുകൾ കാണാനുണ്ട്. അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കാൻ പോലെ ഐസ്ക്രീമൊക്കെ കഴിച്ചത് നല്ല ചൂടുള്ള ദിവസമല്ലേ, കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഈ ഒരു നല്ല സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരു പിക്നിക് സ്പോട്ടായിട്ടാണ് എനിക്ക് ഈ സ്ഥലം തോന്നണം. ഒരാള് പോസ് ചെയ്യുക, അടുത്ത ആൾ ഫോട്ടോ എടുക്കുക.
അടിപൊളി പോസാണല്ലേ. ഫോട്ടോക്ക് പോസ് ചെയ്യണോ? ഇങ്ങനെയാണോ ഫോട്ടോക്ക് പോസ് ചെയ്യണേ? ഓ അടിപൊളി പോസാണല്ലോ. ഇത് ആരാ പഠിപ്പിച്ചേ? ഇത് സ്വയം പഠിച്ച പോസാണോ? ഓ ഓക്കെ, അടിപൊളി. നമ്മളിങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ മരണ വഴി തന്നെ കുറച്ചൊരു ഹിസ്റ്റോറിക്, മൊത്തം കുറേ കഥകളുടെ ബാക്കിയാണല്ലോ. ഇവിടെ എത്തുമ്പോൾ മുഴുവൻ കഥകളാണ് മനസ്സിലായത്. അപ്പോൾ ഈ വരണ വഴി തന്നെ ഒരു മരം കൊണ്ടുണ്ടാക്കിയുള്ള ഒരു തടിപ്പാലാണ്. അത് കുറേശ്ശെ ഒരു വോബ്ലിംഗ് ആണ്, ഇടയ്ക്ക് ഇളകുണ്ട്. അതിന് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോകാൻ പറ്റും. ഈ ഒരു ഐലൻഡിൻ്റെ ഈ ഒരു ഫോർട്ടിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് ദൂരം ഈ കടലിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടക്കാനും പറ്റും. ഉള്ളിലേക്ക് പോകണമെന്ന് ശരിക്കും എനിക്ക് ഇപ്പം ആഗ്രഹം തോന്നുന്നുണ്ട്. പക്ഷേ സമയം പ്രോപ്പറല്ല. 8 മണിക്ക് ഒരു ക്വാർട്ടറിനുള്ളിൽ പോകണമെന്ന് വിചാരിക്കുന്നത് അത്ര ശരിയല്ലല്ലോ. അപ്പോൾ ഇനി പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ പോവാം. നോക്കാം. ഈ കല്ല് കണ്ടിട്ട് ഈ കല്ല് കണ്ടിട്ട് ഈ പാറക്കല്ല് കണ്ടിട്ട് ഭൂലങ്കഷമായ ചർച്ചയിലാണ്. ഞാൻ പറഞ്ഞത് പിസയാണ്, മാർഗരിറ്റയാണ്. എന്താ സാഹിത്യയുടെ അഭിപ്രായം? അതെന്താ ഈ സാധനം? എനിക്കറിയോ? എനിക്കറിയില്ല. ഇതിന് മാത്രം അറിയാം. അങ്ങനെ ഇരുട്ടായി. നമ്മൾ പതുക്കെ ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാ. ഇനി നമ്മൾ വിചാരിക്കുന്നത് സിറ്റിയുടെ അവിടെ പോയിട്ട് ഒപ്പേറ ഹൗസ് ലൈറ്റിലൊന്ന് കാണണം. അതിനാണ് ഇനി പോണം. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യിക്കാം. ടെർമിനലിൻ്റെ അങ്ങനെ ഒരു ലൈറ്റ് വ്യൂവും കിട്ടിയിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം നന്നാവും എന്നറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മളിതാ ഹാർബർ ബ്രിഡ്ജിന്റെ മോളിൽ കൂടെ പോണു. വാവ്, അതും ഇരുട്ടത്ത് നല്ല ലൈറ്റൊക്കെ ആയിട്ടുള്ള ഹാർബർ ബ്രിഡ്ജിന്റെ കൂടെ പോണു. അടിപൊളി. വാവ്, ലൈറ്റ്സ് ഒക്കെ നോക്കൂ, അടിപൊളി ലൈറ്റ്സ്. ഇത് നോക്കൂ, ഈ ലൈറ്റ്സ് ഒക്കെ. വാ, ട്രെയിൻ സൈഡിൽ കൂടെ ട്രെയിൻ പോണു. നമുക്ക് ഈ ഹാർബർ ബ്രിഡ്ജിന്റെ മോളിലേക്ക് ശരിക്കും നടക്കാൻ പറ്റും. ഇത് ബിഗുകളായി കഴിഞ്ഞാൽ അതിന്റെ മോളിലേക്ക് നടക്കണം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. നമ്മളീ നിൽക്കുന്നത് സിഡ്നി ഹാർബർ ബ്രിഡ്ജിന്റെ അടിയിലാണ്. നേരെ അടിയിൽ ദേ കാണുന്നു ഹാർബർ ബ്രിഡ്ജ്. സൂപ്പർ വ്യൂ ആണ്. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒപ്പേറ ഹൗസിന്റെ മറ്റൊരു കാഴ്ച. നമ്മൾ ഇന്നലെ ഒപ്പറ ഹൗസിന് അവിടെ പോയി നിന്നിട്ട് സിഡ്നി ഹാർബർ ബ്രിഡ്ജ് അവിടുന്ന് ഇങ്ങോട്ട് നോക്കി കണ്ടു. ഇന്നിപ്പോൾ ഇവിടെ നിന്നിട്ട് ഒപ്പറ ഹൗസ് കാണാണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിഡ്നിയുടെ ഒരു വ്യൂ ആണ്. ശരിക്കും സിഡ്നി സിറ്റി വ്യൂ ആണ്. ദേ കണ്ണു CBD, ഒപ്പേറ ഹൗസ്, ഫുൾ ആയിട്ടുള്ള കെട്ടിടങ്ങളെല്ലാം, ഇപ്പുറത്തെ ഹാർബർ ബ്രിഡ്ജ് എല്ലാം ഒരു ഫ്രെയിമിലാണ്. ഈ ഒരു അടിപൊളി വ്യൂ കാണുന്നുണ്ടെങ്കിൽ കിരിബിലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതായത് സിറ്റിയിൽ അവിടെ ഒപ്പേറ ഹൗസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ നല്ല തിരക്കാവും, ഭയങ്കര ക്രൗഡഡ് ആവും. അപ്പോൾ ഈ ഭാഗത്ത് വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്ന് ആ ഒരു വ്യൂ കാണാൻ പറ്റും. അപ്പോൾ കിരിബില്ലി ഇവിടെ ഒന്ന് രാത്രി ഒന്ന് കാണണം എല്ലാവരും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ശരിക്കും ഹാക്ടിക് ആയിരുന്നു ഇന്നത്തെ ദിവസം. കുറേ നടന്നു, കുറേ സ്ഥലം കണ്ടു. അതെ, സാവിത്രി ഫുൾ ടൈം നമ്മളുടെ ഒപ്പം കട്ടയ്ക്കൊപ്പമായിരുന്നു. ഇതിനെ കുറേ നോക്കി. എന്തായാലും താങ്ക് യു ഒന്നും പറയണില്ല, നമ്മുടെ കുട്ടിയാണ്. അപ്പൊ നമ്മളിനി വീണ്ടും കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും. തിരിച്ചു വരാനുള്ള സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് ഇത് പറയണ പോലെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ബൈ.